നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിരുചി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഓവനില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബിസ്ക്കറ്റാണ്. ഇത് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ ബിസ്ക്കറ്റും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് കാണാം. ആദ്യമായി വേണ്ടത് ഒരു 1/4 കപ്പ് മൈദയാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ഷുഗർ, 1 ടീസ്പൂൺ വാനില എസൻസ്, ഒരു 5 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു പിഞ്ച് സോൾട്ട്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച മെൽറ്റഡ് ബട്ടറിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് അത് നന്നായി ഒന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് അതും ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് 1 പിഞ്ച് സോൾട്ട്, 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് അതും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എടുത്തു വെച്ച 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. കുഴക്കുമ്പോൾ 3 ടീസ്പൂൺ പാല് കൂടി ചേർത്ത് വേണം ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാൻ. ബിസ്ക്കറ്റിനുള്ള മിക്സ് നമ്മൾ കുഴച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ 2 ഭാഗങ്ങളാക്കി വെക്കണം. അതിലൊന്നിലേക്ക് നമ്മൾ എടുത്തു വെച്ച കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് വെക്കുക. ഇനി മറ്റേ പകുതിയിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ സ്പ്രിങ്കിൾസ് ചേർത്ത് അതും നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടത് സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊരു പാത്രം ഫ്ലെയിമിൽ വെച്ച് അത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ബിസ്ക്കറ്റിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളായി കയ്യിൽ വെച്ചൊന്ന് അമർത്തി അതൊരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കി വെക്കുക. ഞാനിത് ബേക്ക് ചെയ്യുന്നത് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന കേക്ക് ടിന്നിലേക്കാണ്. അതിലേക്ക് ആദ്യം തന്നെ ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം സ്പേസ് ഇട്ടിട്ട് വേണം ഈ ഓരോരോ ബിസ്ക്കറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ. കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചൂട് തട്ടുമ്പോൾ തന്നെ ഇതിന് വലിപ്പം വെക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇത് സ്പേസ് ഇട്ട് വെക്കാൻ പറയുന്നത്. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് മാത്രമേ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ പുറത്തേക്ക് എടുക്കണം. എടുക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ബിസ്ക്കറ്റിൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ബിസ്ക്കറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിലേക്കൂടി അറിയിക്കുക. ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.